PSCക്ക് ചോദിച്ചിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ കണ്ടെത്തുക എന്നുള്ള ചോദ്യം. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10നും 100നും ഇടയിൽ 7 കൊണ്ട് എത്ര സംഖ്യകളെ നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ അവസാനത്തെ സംഖ്യ എടുക്കുക. 100 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കുക. 1 7, പിന്നെ 30 വരും, 3 7 24 7 28 14 പോയിന്റ് സംതിങ് എന്ന് കിട്ടും. അപ്പൊ ഈ സംഖ്യ ഇങ്ങനെ നിൽക്കട്ടെ, 14. അതായത് 100 വരെയുള്ള സംഖ്യകളിൽ 14 എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചോദിച്ചേക്കുന്നത് 10 മുതലാണ്. അപ്പം 10 വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കുക. 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്. അപ്പോൾ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, 7 മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്നത്. അപ്പം ഇവിടെ 1ഉം ഇവിടെ 14 ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ചോദിച്ചേക്കുന്നത്. therefore 14 മൈനസ് 1 സമം 13 എന്ന ഉത്തരം നമുക്ക് കിട്ടും. ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അവസാനത്തെ സംഖ്യ എടുക്കുക, 7 കൊണ്ട് ഭാഗിക്കുക. ആദ്യത്തെ സംഖ്യ എടുക്കുക, 7 കൊണ്ട് ഭാഗിക്കുക. കിട്ടുന്ന ഉത്തരത്തിനെ തമ്മിൽ കുറച്ചാൽ മതിയാകും. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതിനോടൊപ്പം പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ നോട്ട് ഏതെങ്കിലും ഗൈഡുകളിൽ കിട്ടുമെങ്കിൽ ഒന്ന് തപ്പിപ്പറക്കി വെച്ചേക്കുക. പണ്ടാരപ്പാട്ട വിളംബരവും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാഗ്ന കാർട്ട തന്നെയാണ്, തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട. അങ്ങനെ എന്താകേണ്ട ഒരു ചോദ്യമാണ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ആ പണ്ടാരപ്പാട്ട ആൻസർ ആയിട്ട് വരുന്ന ചോദ്യവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. ISRO സ്ഥാപിതമായത് 1969 ISRO സ്ഥാപിതമായത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഇതിൽ താഴെ പറയുന്നതിൽ ആരാണ്? ആൻസർ വിക്രം സാരാഭായി ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല കണ്ണൂരാണ്. ഓക്കെ. ചോദ്യങ്ങൾ നല്ല രീതിയിലൊന്ന് ഓർത്തിരിക്കുക. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല അതും കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കിയും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളവുമാണ്. ഇത് LP UP പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരെണ്ണമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചെറുകുളത്തൂരാണ്. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ ജില്ല കണ്ണൂരാണ്. ഓക്കെ. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വേറെ ദിവസം കാണാം.